മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 69ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരെയും ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഞായറാഴ്ച കൊഹനെ ഞായർ നമ്മുടെ ആരാധനക്രമ മത്സരമനുസരിച്ച് വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകൾ നമ്മുടെ പരേതരെ പ്രത്യേകമായി സ്മരിക്കുന്നതിന് വേണ്ടി സഭ മാറ്റിവെച്ചിരിക്കുന്നു. ആദ്യത്തെ ഞായറാഴ്ച കൊഹനെ ഞായർ എന്ന പേരിൽ പരേതരായ പുരോഹിതരെയും സമർപ്പിതരെയും അനുസ്മരിക്കുന്നതിനും, തുടർന്ന് വരുന്ന ഞായറാഴ്ച പരേതരായ വിശ്വാസികളെ ഓർക്കുന്നതിനും വേണ്ടി സഭ പ്രത്യേകമായി ഈ 2 ഞായറാഴ്ചകൾ മാറ്റിവെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം 2 ആഴ്ചകളിലായി പരേതരായ നമ്മുടെ പുരോഹിതരെയും സമർപ്പിതരെയും അതുപോലെ തന്നെ പരേതരായ നമ്മുടെ വിശ്വാസികളെയും സ്മരിച്ചുകൊണ്ട് സഭ നോമ്പിലേക്ക് പ്രവേശിക്കുക? നോമ്പ് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടായ്മയിൽ മാത്രം നടക്കേണ്ട ഒന്നല്ല. നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നുപോയ നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഒരുമിച്ച് ചേർത്ത് അവരെ സ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ നോമ്പ് നാം ആചരിക്കുക. ഈ ഒരു ചിന്തയാണ് ഇപ്രകാരം ഉള്ള ക്രമീകരണത്തിന് നിദാനം. ഇന്നത്തെ നമ്മളുടെ വേദഭാഗമായി ഈ കൊഹനെ ഞായറാഴ്ച സഭ നമുക്ക് തരുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വചനഭാഗമാണ്. ആദ്യമായി നമുക്ക് ഈ വചനഭാഗം ശ്രവിക്കാം. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ പ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, ആമുഖമായി നാം പറഞ്ഞതുപോലെ ഇന്ന് കൊഹനെ ഞായർ എന്ന ദിനത്തിൽ നാം വായിച്ചു കേട്ട ഈ വേദഭാഗം നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ പുരോഹിതരുടെ സമർപ്പിതരുടെ ഓരോ ഓർമ്മ ദിനങ്ങളിലും നാം വായിച്ചു കേട്ട് അതിന് വിശകലനം ശ്രമിച്ചവരാണ്. ഒരിക്കൽ കൂടി ഈ വേദഭാഗത്തു കൂടി ഈ വേദഭാഗം വിശകലനം ചെയ്തുകൊണ്ട് ഈ ഞായറാഴ്ചയുടെ കൊഹനെ ഞായറാഴ്ചയുടെ ആത്മീയമായ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒന്നാമതായി ഇവിടെ നാം കാണുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് എന്നുള്ള ഒരു പ്രയോഗം. യജമാനന്റെ ഭവനത്തിൽ ഉള്ളവർക്ക്, യജമാനൻ നിയമിച്ചാക്കിയ പുരോഹിതര് യജമാനന്റെ ഭവനത്തിൽ ഉള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനം, ദൈവജനം, ദൈവത്തിൻ്റെ ആട്ടിൻപറ്റം എന്നൊക്കെയുള്ള ചിന്ത ഈ ഭവനം ദൈവത്തിൻ്റെ ഭവനത്തിലുള്ളവർ എന്നുള്ളതിന് തത്തുല്യമാണ്. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ് എന്ന് പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം
5-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ അവരുമായി ഉടമ്പടി സീനായ് മലയിൽ വെച്ച് ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ആ ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ് എന്ന്. പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ ഉദ്ധിതനായ യേശു പത്രോസിനോട് പറയുന്നു, നീ എൻ്റെ ആടുകളെ മേയിക്കുക. യേശു പറയുന്നത് എൻ്റെ ആടുകളെ മേയിക്കുക എന്നാണ്. വിശ്വാസ സമൂഹം ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ ഭവനമാണ് സഭ. അവിടെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് പുരോഹിതരെ സമർപ്പിതർ. അതുകൊണ്ട് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ദൈവജനത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതാണ് തൻ്റെ ഭവനം എന്നുള്ളത് കൊണ്ട് ഇവിടെ വിവക്ഷിക്കുക. അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തികളാണ് സമർപ്പിതര്, ആചാര്യന്മാര്, പുരോഹിതര്. രണ്ടാമത്തെ ചിന്ത, അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവരെ പരിപാലിക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ. പുരോഹിതര് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുക? ദൈവവചനത്തെക്കുറിച്ചുള്ള ആഗ്രഹവും വിശപ്പും ദാഹവും എപ്പോഴും ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹം, അവരുടെ ദാരിദ്ര്യം, സ്വർഗരാജ്യത്തെ പ്രതിയുള്ള ദാരിദ്ര്യം, ആ ദാരിദ്ര്യം ഈ വചനം ലഭിക്കുന്നതിന്, ആത്മീയമായ അപ്പം ലഭിക്കുന്നതിന് ഒക്കെയുള്ള ഒരു ആഗ്രഹമാണ്. ആ രീതിയിൽ നാം നോക്കുമ്പോൾ ഭക്ഷണം എന്നുള്ളത് കേവലം ഭൗതികമായ ഒരു ഭക്ഷണ വിളമ്പല്ല, മറിച്ച് ആത്മീയമായ ഒരു ശുശ്രൂഷയാണത്. ദൈവത്തിൻ്റെ വചനം വിളമ്പുന്നതിന്, ദൈവത്തിൻ്റെ ശരീരരക്തങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നതിന് പ്രത്യേകമായി നിയോഗിതരാണ് പുരോഹിതര്, സമർപ്പിതര്. അവിടെയാണ് നാം ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിയോഗിതരാണ് പുരോഹിതർ എന്നുള്ളത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ കൊണ്ടുകൂടിയാണ് ജീവിക്കുക എന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഭക്ഷിക്കുക എന്ന് പറയുന്നത് വചനവും അതുപോലെ തന്നെ തിരുശരീരക്തങ്ങളും വിശുദ്ധ കുർബാനയും എന്നുള്ള അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കുക. വൈദികന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ദൈവവചനം പ്രസംഗിക്കുക, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ ആകുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കുക, കൂദാശകൾ പരികർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ആ ശുശ്രൂഷയെ ഇവിടെ ഒരു ഭക്ഷണം കൊടുക്കലായി ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു പ്രയോഗം നാം കാണുന്നു. കൃത്യസമയത്ത് എന്നുള്ളത് ഒരു ശുശ്രൂഷയുടെ ചടുലതയാണ്. അവിടെ അലംഭാവം കാണിക്കാൻ പാടില്ല. ജാഗ്രതയോടെ ആ ശുശ്രൂഷയിൽ നാം ഉൾച്ചേരണം. ഏതെങ്കിലും സമയത്ത് ഭക്ഷണം കൊടുത്താൽ അത് പറ്റുകയില്ല. കൃത്യസമയത്ത് അവരുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് വിളിച്ച് നിയോഗിക്കപ്പെട്ടവരാണ് സമർപ്പിതര്, പുരോഹിതര്. ഏതെങ്കിലും സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയല്ല ഇത്. സമയബന്ധിതമായി ഒരു പുരോഹിതൻ, ഒരു സമർപ്പിതൻ തൻ്റെ ശുശ്രൂഷയിൽ ഉൾച്ചേരണം എന്നുള്ള വലിയ ഒരു ദൗത്യ ചിന്തയാണ് ഈ വചനഭാഗത്തുകൂടി നൽകുക. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? അതാണ് തുടർന്ന് വരുന്ന ഭാഗം. പൗരോഹിത്യ സമർപ്പണം ദൈവനിയോഗിതമായ ഒരു ശുശ്രൂഷയാണ്. പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും അത് ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പും നിയോഗവുമായി നാം മനസ്സിലാക്കും. ദൈവം തെരഞ്ഞെടുക്കുന്നു, ദൈവം നിയോഗിക്കുന്നു, ദൈവം അയക്കുന്നു. നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ അയക്കുന്നു. അവർ പോയി ഫലം പുറപ്പെടുവിക്കണം. ദൈവം തിരഞ്ഞെടുത്ത് അയക്കുന്നു. യേശു
തനിക്ക് ഇഷ്ടമുള്ളവരെ ആണ് തിരഞ്ഞെടുത്തത്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നു, അവൻ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അവന്റെ അടുക്കിലേക്ക് വിളിച്ചു. അവരെയാണ് അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തത്. ദൈവം പ്രത്യേകമായി വിളിച്ചടുപ്പിക്കുന്നവരാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് അണയുക. അതുകൊണ്ടാണ് നാം ഇതിന് ദൈവവിളി എന്ന് വിളിക്കുക. യജമാനൻ നിയോഗിച്ച വ്യക്തിയാണ് പുരോഹിതൻ. ദൈവമാണ് യജമാനൻ എന്നുള്ള പ്രയോഗത്തിൽ ഇവിടെ നിൽക്കുക. എൻ്റെ അഭിഷിക്തൻ എന്ന് പറയുന്ന പ്രയോഗം പഴയ ഉടമ്പടിയിൽ നാം കേട്ടിട്ടുണ്ട്. എൻ്റെ അഭിഷിക്തനെ നിങ്ങൾ തുടരുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തരായി, ദൈവം നിയോഗിക്കുന്ന വ്യക്തികളായി പുരോഹിതരെ മനസ്സിലാക്കണം. അതാണ് ഇവിടെ ഈ വചനം നമ്മെ പഠിപ്പിക്കും. ദൈവം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? അതാണ് ചോദ്യം. ഇനി അടുത്ത ചിന്ത, ആ ഭൃത്യൻ അവൻ വിശ്വസ്തനായിരിക്കണം, വിവേകിയായിരിക്കണം. ഇത് യജമാനന്റെ ദൗത്യം നിർവഹിക്കുന്നവനാണ് ഭൃത്യൻ. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നവനാണ് ഒരു സമർപ്പിതൻ അല്ലെങ്കിൽ ആചാര്യൻ. അതുകൊണ്ട് തന്നെ അവനെ ഭൃത്യൻ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുക. ദാസ്യവേല ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഭൃത്യൻ എന്നുള്ള പ്രയോഗത്തെ നാം കാണുക. ആ ഭൃത്യന് വേണ്ട 2 പ്രത്യേകതകൾ ഈ വചനഭാഗത്തുണ്ട്. വിശ്വസ്തനായിരിക്കണം, വിവേകിയായിരിക്കണം. എന്താണ് വിശ്വസ്തത? ദൗത്യബോധവും അതനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയും. വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ വിളിക്കപ്പെട്ടവരും വിശ്വസ്തരായിരിക്കണം. സ്വാർത്ഥത ഇല്ലാത്ത ഒരു ശുശ്രൂഷ, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണിത്. അത് അതിൻ്റെ വിളിയോട് നീതി പുലർത്തിക്കൊണ്ട് വിശ്വസ്തനായിരുന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിത സമർപ്പണമല്ല പൗരോഹിത്യം. അത് വിശ്വസ്തയോടെ അനുവർത്തിക്കേണ്ട ശുശ്രൂഷയാണ് എന്നിവിടെ ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ചിന്ത, പുരോഹിതൻ വിവേകിയായിരിക്കണം. വിവേകിയുമായ ഭൃത്യനാരാണ്? കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന പുരോഹിതരാണ് വിവേകികളായ പുരോഹിതർ. യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പുകളെ പോലെ വിവേകവതികളുമായിരിക്കണം. വിവേകം എന്നുള്ളത് ഒരു ദൈവീക പുണ്യമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുവചനത്തിലാണ് നാം ഇപ്രകാരം പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പുകളെ പോലെ വിവേകവതികളുമായിരിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കൊടുക്കുന്ന ഉപദേശം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനഭാഗത്ത് വിവേകവതികളായ കന്യകമാരെ കുറിച്ചും വിവേകശൂന്യരായ കന്യകമാരെ കുറിച്ചും നാം വായിക്കുന്നുണ്ടല്ലോ. വിവേകം എന്നുള്ളത് ദൈവത്തിൻ്റെ ദൈവികമായ ഒരു പുണ്യമാണ്. യജമാനന്റെ വരവിൽ ഇപ്രകാരം വിശ്വസ്തയോടെ, വിവേകത്തോടെ, ജാഗ്രതയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഭൃത്യൻ ഭാഗ്യവാനാണെന്ന് പറയുകയാണ്. അങ്ങനെ കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അവൻ ദൈവത്താൽ കാര്യസ്ഥനായി, മേൽനോട്ടക്കാരനായി നിമിതനാകും എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. അവൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. അപ്പോൾ ഇപ്രകാരം വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്ന ആചാര്യന്മാർക്ക്, സമർപ്പിതർക്ക് ദൈവം കൊടുക്കുന്ന വലിയ വാഗ്ദാനം, ദൈവത്തിന്റെ ഭവനത്തില് കാര്യസ്ഥ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ നിയോഗിതനാകും. എല്ലാം ഏൽപ്പിക്കപ്പെടുന്ന വിശ്വസ്തനായി അവൻ മാറും എന്നാണ്. ഗ്രീക്ക് ഭാഷയില് എപ്പിസ്കോപ്പോസ് എന്ന വാക്ക് സഭയിൽ നാം ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മേൽപ്പട്ടക്കാരെ നാം സുറിയാനിയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലുള്ള മൂലഭാഷയിൽ നിന്നും വിളിക്കുന്നത് എപ്പിസ്കോപ്പ അല്ലെങ്കിൽ എന്ന വാക്കാണ്. എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ അത് ഓവർസിയർ അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ എന്നാണ് വാക്കിന്റെ അർത്ഥം.
കാര്യസ്ഥൻ എന്നുള്ള അർത്ഥത്തിൽ നോക്കി നടത്തുന്നവൻ. ഇപ്രകാരം ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ സമർപ്പിക്കുന്നവന് ദൈവം ഒരുപടി കൂടി കടന്നുള്ള വിശ്വസ്തതയുള്ള ഒരു ശുശ്രൂഷ ഏൽപ്പിക്കും. അവൻ ഭാഗ്യവാനാണ് എന്നത്തെ വേദഭാഗത്തു കൂടി നാം മനസ്സിലാക്കുകയാണ്. ഇത് സത്യമായ ഒരു വാഗ്ദാനമാണ്. യേശു സത്യം ചെയ്താണ് പറയുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാഗ്ദാനമാണിത്. ദൈവത്തിന്റെ വരവെങ്കിൽ ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലമാണത്. ദൈവത്തിന്റെ വസ്തുവകളുടെ എല്ലാം കാര്യസ്ഥനായി നിയമിതനാവുന്ന അവസ്ഥ, ഇത് രക്ഷയുടെ ഒരു അനുഭവത്തിലേക്കുള്ള വിളിയാണ്. അതൊരു വാഗ്ദാനമാണ്. ഈ വിളിയിലേക്ക് കടന്നു വരുന്നവരാണ് വിശ്വസ്തരും വിവേകികളുമായ, കൃത്യസമയത്ത് തൻ്റെ ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ നിയോഗിതരാകുന്ന പുരോഹിതര് എന്നുള്ള സനാതനമായ ചിന്ത ഈ വചനഭാഗത്തു കൂടി കൈമാറുകയാണ്. ഇതിന്റെ രണ്ടാം ഭാഗത്ത് ഇങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്ന സമർപ്പിതരെ കുറിച്ച്, ആചാര്യന്മാരെ കുറിച്ച്, ദൈവിക ഭൃത്യന്മാരെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിൽ, അറിയാത്ത മണിക്കൂറിൽ യജമാൻ വന്നവനെ ശിക്ഷിക്കും, അവനെ കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളും, നരകത്തിലേക്കുള്ള ഒരു അനുഭവമായി മാറും എന്നുള്ളതാണ് ഇവിടെ നാം കാണുക. ഇവിടെ തന്റെ യജമാന്റെ വരവ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആണ്. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന മനുഷ്യൻ അനീതിപരമായ, ലൗകികമായ, അധാർമികമായ, സ്വാർത്ഥത നിറഞ്ഞ ഒരു ജീവിത ശൈലിയിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ വഴുതി വീഴുന്നവൻ ശിക്ഷയ്ക്ക് അർഹനാകുമെന്ന് രണ്ടാം ഭാഗത്ത് പറയുകയാണ്. അതൊരു കപടനാട്യമായിട്ടാണ് വചനത്തിൽ അവതരിപ്പിക്കുക. പുരോഹിതർ നിഷ്കളങ്കരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം എന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു. കാപട്യം എന്നുള്ളത് ദൈവികമായ നിയമത്തിനെതിരാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, വ്യക്തികൾ ഡബിൾ പേഴ്സണാലിറ്റിയാണ്, അതുപോലെ അവൻ ഒരു ഹിപ്പോക്രിറ്റാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അത് ദൈവത്തോട് വിശ്വസ്തത പുലർത്താതെ രണ്ട് തരത്തിലുള്ള മുഖം കാണിക്കുന്ന ഒരു സമീപനം, അതിനെ ദൈവം അപലപിക്കുന്നു ഇവിടെ. അങ്ങനെയുള്ള വ്യക്തിയെ യജമാനൻ ശിക്ഷിക്കും എന്നിവിടെ പറയുകയാണ്. നരകശിക്ഷയാണ് അതിന് പ്രതിഫലമായി ഇവിടെ പറയുക. വിലാപവും പല്ലുകടിയുമായിരിക്കും നരകത്തിന്റെ അനുഭവം എന്ന്. അങ്ങനെ ലൗകികമായ, സ്വാർത്ഥപരമായ, ധാർമ്മികമായ ജീവിത ശൈലിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് ദൈവം കൊടുക്കുവാൻ പോകുന്നത് ശിക്ഷയാണ്. കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ അവരെ പരിഗണിക്കും എന്നുള്ള വലിയ താക്കീത് കൂടി ഈ വേദഭാഗത്തു കൂടി സംലഭ്യമാകുന്നു. അവിടെ വിലാപവും പല്ലുകടിയും എന്ന് പറയുമ്പോൾ നരകത്തിന്റെ വലിയ അനുഭവമാണ്. കെടാത്ത തീയ്, അതുപോലെ തന്നെ ചാകാത്ത പുഴു, പല്ലുകടി, കരച്ചിൽ, വിലാപം, ഇതെല്ലാം നരകത്തിന്റെ പ്രതീകങ്ങളായി വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ചിന്തകളാണ്. അപ്പോൾ അവിടെ പല്ലുകടിയും വിലാപവുമായിരിക്കുമെന്ന് പറയുമ്പോൾ നരകത്തിന് അവൻ യോഗ്യനായി മാറും എന്നുള്ള ഒരു താക്കീതും മുന്നറിയിപ്പും ഈ വചനഭാഗത്തു കൂടി സമർപ്പിതർക്ക് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, ഈ കുഹനെ ഞായറാഴ്ച നമ്മളുടെ പരേതരായ പുരോഹിതരെ, സമർപ്പിതരെ നാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പൗരോഹിത്യ നൽവരങ്ങളാൽ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടുന്ന ജനത്തിന്റെ ഒരു കൂട്ടായ്മയാണ് നാം ഉൾപ്പെടുന്ന സഭ എന്നുള്ളത്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അവിടെ സാങ്കത്യമുണ്ട്. അവർ ദൈവത്തിന്റെ കൃപാവരം ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജനങ്ങൾക്ക് സംലഭ്യമാകുവാൻ, ദൈവത്തിന് ശുശ്രൂഷകരായി മാറുവാൻ, ദൈവഭവനത്തിലെ വേലക്കാരായി മാറുവാൻ നിയോഗിതരാണ്. അങ്ങനെയുള്ള ആചാര്യന്മാരെയും സമർപ്പിതരെയും നാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സഭ തരുന്ന ഒരു ദിവസമാണ് ഈ കുഹനെ ഞായറാഴ്ച. ഈ ദിനത്തിന്റെ ചിന്തകൾ നാം ഉൾക്കൊള്ളുമ്പോൾ ഒരു ക്രിസ്തീയ കൂട്ടായ്മ എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട നമ്മുടെ കടമകളെ കുറിച്ച് കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വചന പ്രഘോഷണം അല്ലെങ്കിൽ വചന വിശകലനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൽ അവരുടെ കടമകളായി പറയുന്നതിനെ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അനുയോജ്യരായ ഇടയന്മാരെ തന്ന് നമ്മെ, സഭയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നമുക്ക് ആദ്യമായി നന്ദി പറയാം. തുടക്കം, ലോകത്തിന്റെ ആരംഭം മുതൽ ദൈവജനത്തിന്റെ കൂട്ടായ്മ രൂപപ്പെടുന്ന സമയം മുതൽ പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും ദൈവം നിയോഗിക്കുന്ന ആചാര്യന്മാരുടെ ശുശ്രൂഷ സംലഭ്യമായിട്ടുണ്ട് ദൈവജനത്തിന്. അങ്ങനെ തനിക്കിഷ്ടമുള്ളവരെ
നമുക്ക് തന്നുകൊണ്ട്, നല്ല ഹൃദയത്തിനിണങ്ങിയ ആചാര്യന്മാരെ നമുക്ക് തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, നാളിതുവരെ അനുഗ്രഹിച്ച ദൈവത്തിന് ഇന്നേ ദിവസം നമുക്ക് നന്ദി പറയാം. രണ്ടാമതായി, നമ്മിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പുരോഹിതരെ, സമർപ്പിതരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവർ ശുശ്രൂഷയിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ലവനായ ദൈവം അത് ക്ഷമിച്ച് അവരെ സ്വർഗീയമായ വിരുന്നിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, അവർ കാട്ടിത്തന്ന മാതൃക നാം അനുകരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. നമ്മുടെ പിതാക്കന്മാർ, നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നമ്മൾ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളും പ്രാർത്ഥനകളും നാം ഓർക്കണമെന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും നാം ചൊല്ലുന്നുണ്ടല്ലോ. നമുക്ക് മുമ്പേ നടന്നു നീങ്ങി നമുക്ക് മാതൃകയായി മാറിയ സമർപ്പിതരെ, പുരോഹിതരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ മാതൃക നമുക്ക് പിൻചെല്ലാം. നാലാമതായി, പൗരോഹിത്യാധിഷ്ഠിതമായ ഒരു വിശ്വാസ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കണം. ഇന്ന് പുരോഹിതരെ, സമർപ്പിതരെ വിമർശിക്കുന്ന, കരിവാരിത്തേക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ പുരോഹിതരെ, സമർപ്പിതരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് കാത്തു സൂക്ഷിക്കുന്നതിന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുന്നതിന്, അവരുടെ കരങ്ങളാൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി നമുക്ക് മാറാം. അഞ്ചാമതായി, പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിലേക്കുള്ള ദൈവവിളി നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ ഇടവകളിൽ നിന്നും ഈ ദൈവികമായ സമർപ്പണ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ യുവതി യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചു വിട്ടുകൊണ്ട് ഈ കൊഹനെ ഞായർ ആചരണത്തിന് അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. അവസാനമായി, പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിൽ ഇന്ന് നമ്മെ ശുശ്രൂഷിക്കുന്ന, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിച്ചിരിക്കുന്ന പുരോഹിതരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഈ 6 ചിന്തകൾ, 6 കടമകൾ ഈ കൊഹനെ ഞായറാഴ്ച നമ്മുടെ വലിയ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ചയെ സമ്പുഷ്ടമാക്കാം. ഈ കടമകൾ നിർവഹിച്ചുകൊണ്ട് ഈ കൊഹനെ ഞായറാഴ്ചയ്ക്ക് ഒരു ക്രിസ്തീയമായ അർത്ഥം നമുക്ക് പകരാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പുരോഹിതരായി നമുക്ക് മുമ്പേ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ എല്ലാ ആചാര്യന്മാരെയും, ശ്രേഷ്ഠാചാര്യന്മാരെയും, സമർപ്പിതരെയും ദൈവമേ അങ്ങയുടെ സ്വർഗീയ മണവറയിൽ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിന് നമുക്ക് പ്രത്യുത്തരം നൽകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ.